ഗവർണർ ഒപ്പിട്ട ഭൂപതിവ് ചട്ടഭേദഗതിയിൽ ചട്ടങ്ങളുടൻ രൂപീകരിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറെടുക്കുന്നുവെന്ന് VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത മാസത്തോടെ ചട്ടരൂപീകരണം പൂർത്തിയാക്കും. റിസോർട്ടുകൾക്കും വൻകിട ഹോട്ടലുകൾക്കും ഇനി അംഗീകാരം നൽകില്ല ഈ നിയമത്തോടെ എന്നാണ് പറയുന്നത്. ഗിരീഷ് വീണ്ടും ചേരുന്നു. VA ഗിരീഷ്, ഗുഡ് മോർണിംഗ് എഗെയിൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ച പോലെ ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ഒപ്പിട്ടത്. ഇതോടെയാണ് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇപ്പോൾ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഇത് നേരത്തെ നിയമസഭ ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ തന്നെ ഇതിനുള്ള നിർദ്ദേശം ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റവന്യൂ വകുപ്പ് നൽകിയിരുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് എത്രയും വേഗത്തിലാക്കാനാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത മാസത്തോടുകൂടി ചട്ടങ്ങൾ രൂപീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് റവന്യൂ വകുപ്പിൻ്റേത്. അങ്ങനെയെങ്കിൽ അടുത്ത മാസത്തോടുകൂടി തന്നെ ഈ ഭൂമിയുടെ ക്രമവൽക്കരണം തുടങ്ങും. നിലവിൽ ഭൂപതിവ് ചട്ട നിയമം അനുസരിച്ച് ഏതാവശ്യത്തിനാണോ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് അതേ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ ജീവനോപാധിക്കായി ചെറിയ തരത്തിലുള്ള കെട്ടിടങ്ങളോ കടകളോ അതോടൊപ്പം റെസ്റ്റോറൻറ്റുകളോ മില്ലുകളോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി തിരിച്ചെടുക്കാം എന്നുള്ളതാണ് നിലവിലുള്ള നിയമത്തിൽ പറയുന്നത്. ഇതിലാണ് മാറ്റം കൊണ്ടുവരാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള ചട്ടങ്ങൾ സർക്കാർ ഉടൻ തന്നെ കൊണ്ടുവരും. ക്രമവൽക്കരണവും അടുത്ത മാസം തൊട്ട് തുടങ്ങുകയും ചെയ്യും. ഇതിൽ എത്ര വിസ്തീർണമുള്ള കടകൾക്ക് ഫീസ് ഈടാക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ചട്ടങ്ങളിലാകും ഉണ്ടാകുക. എന്നാൽ അതേസമയം ഉയരുന്ന ഒരു ആശങ്ക, ഇപ്പോൾ വൻകിട അനധികൃത ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്ക് അംഗീകാരം ലഭിക്കുമോ എന്ന പരിസ്ഥിതി സ്നേഹികളൊക്കെ ചില ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും റവന്യൂ വകുപ്പ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ അനധികൃത കെട്ടിടങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കുമൊന്നും ഇപ്പോൾ അംഗീകാരം നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഇതും ഈ ചട്ട ഭേദഗതിയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മെസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.